ഇസ്ലാമിക രാജ്യങ്ങളിൽ ഖൊമേനിയുടെ മരണം കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ ഇതാ US കോൺസുലേറ്റിലേക്ക് പാകിസ്ഥാനി ജനങ്ങൾ ഇരച്ചു കയറിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. US കോൺസുലേറ്റ് കത്തിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പ്രതിഷേധക്കാർക്ക് നേരെ സുരക്ഷാ സേന നടത്തിയ വെടിവെപ്പിൽ 8 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ഞായറാഴ്ച പാകിസ്ഥാനിലെ കറാച്ചിയിലെ US കോൺസുലേറ്റിലേക്ക് നൂറുകണക്കിന് ആളുകളാണ് ഇരച്ചു കയറിയത്. ഇതിനെ തുടർന്ന് സുരക്ഷാ സേനയുമായിട്ടുണ്ടായ ഏറ്റുമുട്ടലിൽ കുറഞ്ഞത് 8 പ്രതിഷേധക്കാർ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വരുന്നത്. ഖമേനിയുടെ മരണത്തിനെതിരായ US വിരുദ്ധ പ്രകടനങ്ങളുടെ ഭാഗമായി കോൺസുലേറ്റ് കെട്ടിടത്തിലേക്ക് ഇരച്ചു കയറിയ US ഉദ്യോഗസ്ഥർ പ്രതിഷേധക്കാർക്ക് നേരെ വെടിയുതിർത്തതായിട്ടാണ് സ്രോതസ്സുകൾ പറയുന്നത്. പ്രതിഷേധക്കാരെ തടയുന്നതിൽ പാകിസ്ഥാൻ പോലീസും അർദ്ധസൈനിക വിഭാഗങ്ങളും തുടക്കത്തിൽ വിജയിച്ചെങ്കിലും ഒടുവിൽ അവർ കോൺസുലേറ്റിലെ ബാരിക്കേഡുകളും ജനാലകളും തകർത്തുവെന്നാണ് മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തീപിടുത്തത്തിന്റെ റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. കെട്ടിടത്തിന്റെ ചില ഭാഗങ്ങൾ കത്തിച്ചതായി കാണിക്കുന്ന സ്ഥിരീകരിക്കാത്ത വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ നിലവിൽ പ്രചരിക്കുന്നുണ്ട്. അതുമാത്രമല്ല US ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇറാനിയൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതായി ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. ആയത്തുള്ളയുടെ മരണത്തെ തുടർന്ന് ഇറാൻ സർക്കാർ 40 ദിവസത്തെ ദുഃഖാചരണമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരികയാണ്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ US കോൺസുലേറ്റിന് നേരെ വലിയൊരു ആക്രമണം പാകിസ്ഥാനിൽ ഉണ്ടായിരിക്കുന്നത്. അതിൽ നടന്ന വെടിവെപ്പിൽ 8 പേർ മരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.